തിങ്കളേ താരമേ താനേ വരാമോ നീ താഴേ. സിംഗറാണോ? എൻ്റെ കടയുടെ മുന്നിൽ നിന്ന് പാടിക്കോ? ആരെ പോലീസ് വന്നാൽ ഞാൻ സംസാരിച്ചോളാം, ഒരു പ്രശ്നമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. യുൽ അച്ചീവ് ബിഗ് ഇൻ ലൈഫ്. என்றென்றும் புன்னகை புரிவிலா புன்னகை எந்த நாளும் வீண்டும் வீண்டும் பிறந்தேன் ഒരു തുളി പാർവയിലേ. ഡൂഡ്, നീ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ലേ, ഫുഡ് വല്ലതും കഴിച്ചോ? പൈസ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ബഞ്ച് ഓഫ് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. കാരണം അവസ്ഥ അറിയാം. കേൾക്കാമൽ എല്ലാം തന്ന് சொல்லாமல் വിട്ട് ചെന്നാൽ എന്നാകുമോ? എന്നാകുമോ? ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു തമിഴ് പാട്ട് പാടി വൈറലായ ഒരു മലയാളിയുണ്ട്. പക്ഷെ ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മൂപ്പരാൾ മലയാളിയാണെന്ന്. പക്ഷെ ആ മലയാളീനെയാണ് നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുള്ളത്. സിംഗർ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ റാഖിൽ ഷൗക്കത്ത് അലി രാജേഷ് ആണ് എൻ്റെ കൂടെ, AKA നോൺ ആസ് റാഖു. Thank you so much for having me. ഹായ് റാഖു, വെൽക്കം ടു ക്ലബ് FM. നമസ്കാരം. അടിപൊളി. അപ്പോൾ റാഖുവിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം, കുറച്ച് ഇൻട്രോ ആയിട്ട്. പേര് ആൻഡ് വൈ റാഖു എന്നുള്ള പേര്? സോ റാഖിൽ ഷൗക്കത്ത് അലി രാജേഷ്. സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇച്ചിരി നീണ്ടതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ സുഹൃത്തുക്കൾ സ്കൂളിൽ എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു തുടങ്ങിയ പേരാണ് റാഖുന്ന്. സോ എന്തെങ്കിലും സ്റ്റേജിൽ കയറുകയാണെങ്കിൽ ഐ തോട്ട് ആ പേര് എന്നെ കൂടെ കൊണ്ടുപോകാൻ. കാരണം സുഹൃത്തുക്കളിന് അത്രയ്ക്കും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഒരു സ്ഥാനമുണ്ട് എൻ്റെ ലൈഫിൽ. സോ എല്ലാവരും അങ്ങനെ അറിയട്ടെ എന്ന് ഞാൻ പിന്നെ സ്റ്റിക്കോണേ റാഖു എന്നുള്ളത് ഈസിയാണ് വിളിക്കാൻ. അതെ, ക്യൂട്ടാണ് കുറച്ചും കൂടെ. ഞാൻ മുതലെടുക്കേണ്ടതൊക്കെ അതിന്. നാട്, വീട് എവിടെ? എൻ്റെ വീട് കൊല്ലത്താണ്, തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. വീട്ടിൽ അച്ഛനമ്മ അനിയനുണ്ട്. പഠിച്ചതൊക്കെ കൊല്ലത്ത് തന്നെയാണ്. ആഫ്റ്റർ 12th ഞാൻ മ്യൂസിക് പഠിക്കാനായിട്ട് തന്നെയാണ് ചെന്നൈക്ക് പോയത്. സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും എനിക്ക് ഭാഗ്യത്തിന് എടുക്കേണ്ടി വന്നില്ല. കാരണം എന്നോട് ഇങ്ങോട്ടാണ് എൻ്റെ ഫാദർ പറഞ്ഞത്, നീ എഞ്ചിനീയറിങ്ങിന് പോകണ്ട, നിനക്ക് പറ്റുന്ന പണി പോയി ചെയ്യൂ, പോയി പാട്ട് പഠിക്കൂ എന്ന് എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. സോ ഫാദറാണ് കഴിവ് തിരിച്ചറിഞ്ഞ് അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ലൈക്ക് ഞാൻ ഇപ്പം ആലോചിക്കുമ്പം ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാടുന്നതും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളി. സോ എസ്പെഷ്യലി സിംഗിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം പുള്ളിയും പാടും. അപ്പം പുള്ളിക്ക് എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് പഠിക്കാനോ അത് അച്ചീവ് ചെയ്യാനോ പറ്റിയില്ല. ബട്ട് I'll make sure I'll do that. So you are doing that, okay. അടിപൊളി. അപ്പം ഞാൻ റാഖുവിനെ കാണുന്നത് നേരത്തെ ആ പറഞ്ഞ തമിഴ് പാട്ട് പാടിയ മലയാളി പയ്യൻ എന്നുള്ള നിലയിലാണ്. ഇൻസ്റ്റഗ്രാമിൽ റാഖുവിൻ്റെ ഇൻസ്റ്റ ID എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2.4 million വ്യൂസ് ക്രോസ് ചെയ്തിട്ട് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് ആ പാട്ട്. അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ഓൺ കമ്പോസിഷനാണ്, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ് അതെന്നുള്ളത്. അപ്പോൾ തുടക്കം തന്നെ ആ വൈറൽ പാട്ടാവാം. ഓക്കെ. ஏனோ இன்று எந்தன் வாசல் காதல் ஒன்று என்னை காண காத்து நின்றதோ, மாலை சாய பூத்திருந்த பூக்கள் எல்லாம் உன்னை சேர ஏக்கம் கொண்டதோ, என்ன வேண்டும் என சொல்ல தோன்றவில்லை, என்னுள்ளேதோ மாயம் செய்தால் உயிரை கொள்ளும் உன் கண்கள் கொண்டு நெய்தாய் கொய்தாய். ஹே, மௌனம் பேசுதோ காத்து வீசுதோ, மீழாவலையில் மாட்டிக்கொண்டேன், தனிமை போதும் என காதல் தேடி வந்தேன் பெண்ணே, தேடாமல் தேடி வந்து கேட்காமல் எல்லாம் தந்து சொல்லாமல் விட்டு சென்றால் என்ன ஆகுமோ? ஹோ என்ன ஆகுமோ? എന്നാകുമോ?
പൊളിസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സണ്ണി സൈഡ്, ഒരു ഭയങ്കര വാമത്തുള്ള ടൈപ്പ് ഒരു പാട്ട്. ഇതിന്റെ കമന്റ് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നത്, ബ്രോ ഇതിന്റെ ഫുൾ വെർഷൻ എവിടെ സ്പോട്ടിഫൈയിൽ കിട്ടുമെന്നൊക്കെയാണ്. കിട്ടുമോ ബ്രോ? ഇതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു 2-3 മാസത്തിനുള്ളിൽ വിത്ത് വീഡിയോ എല്ലാവർക്കും തരുന്നതായിരിക്കും. സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ചോദിച്ച എല്ലാവർക്കും ഉള്ള റിപ്ലൈ ആണ്. സ്പോട്ടിഫൈയിലായിട്ട് യൂട്യൂബിലായിട്ട് നമ്മൾ ഒഫീഷ്യലി വരുന്നുണ്ട്. അടിപൊളി. ഈ തമിഴ് ലാംഗ്വേജ് എന്താ? മലയാളി പയ്യൻ ഇത്രയും നല്ല അടിപൊളിയായിട്ട് തമിഴ് പാടുന്നു. തമിഴ് ലാംഗ്വേജ് ഞാൻ ഇൻസ്റ്റ ID നോക്കിയ സമയത്തായാലും തമിഴ് പാട്ടുകൾ നല്ല ലാവിഷായിട്ട് പാടിയിട്ടുണ്ട്. തമിഴിനോട് എന്താ ഇത്ര ഇഷ്ടം? ലൈക്ക് ഐ സെഡ്, വളരെ ചെറിയ പ്രായം തൊട്ട് എൻ്റെ ഫാദർ എന്നെ കേൾപ്പിച്ചിരുന്നത് രാജാ സാറിൻ്റെ പാട്ടുകളും റഹ്മാൻ സാറിൻ്റെ പാട്ടുകളും. അപ്പം SPB സാർ ഇവരുടെയൊക്കെ ശബ്ദത്തിലാണ് എൻ്റെ ഒരു സുപ്രഭാതം ഉണ്ടാവുന്നതും പിന്നെ രാത്രിയിലേക്ക് ചെല്ലുന്നതൊക്കെ. എൻ്റെ ഫാദർ എൻട്രെൻട്രും പുന്നകൈ എന്ന് പറഞ്ഞ പാട്ടുണ്ട് റഹ്മാൻ സാറിൻ്റെ. എൻട്രെൻട്രും പുന്നകൈ അലൈപ്പായതിലെ പാട്ട്. സോ സ്കൂളിലേക്ക് പോകുമ്പം റെഡി ആവാനായിട്ട് അദ്ദേഹം ഈ ടേപ്പ് റെക്കോർഡറിൽ ഈ പാട്ടിടും. പാട്ടിട്ട് കഴിഞ്ഞ് എന്നെ റെഡിയാക്കി, കാരണം ഈ പാട്ടില്ലെങ്കിൽ ഞാൻ റെഡിയാവില്ല. അപ്പൊ ഇത് റെഡിയായി കഴിഞ്ഞ് സ്കൂട്ടറിൽ അത് ഒരു ചേതക് ബ്ലൂ കളർ ചേതക് സ്കൂട്ടറുണ്ട്. അപ്പം അതിൽ കയറുമ്പോൾ പാട്ടില്ലല്ലോ, ടേപ്പ് റെക്കോർഡർ വീട്ടിൽ ഇരിക്കല്ലേ. ഞാൻ സ്കൂൾ എത്തുന്നിടം വരെ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി പാട്ട് പാടിത്തരും. ലിറ്ററലി മറ്റേ നമ്മുടെ മാധവന ബൈക്കിൽ ഞാനിപ്പോ പെട്ടെന്ന് ഒരു തമിഴ് പാട്ട് പാടുന്ന് പറഞ്ഞ ഏത് പാട്ട് പാടും? ഒരുപാടുണ്ട്. അതാണ് പ്രശ്നം. തന്നെ പാടിത്തരാൻ പറ്റും? അത്രയും കേട്ട പാട്ടല്ലേ ചെറുപ്പത്തിലെ? ദീം ദീം തനന ദീം തനന ഓ വാനമേലല്ലയോ, ദീം ദീം തനന ദീം തനന ഓ വാനമേ என்றென்றும் புன்னகை புரிவிலா புன்னகை எந்த நாளும் வீண்டும் வீண்டும் பிறந்தேன் ஒரு துளி பார்வையிலே ஓ என்னுயிரே ஓ என்னுயிரே ஓ என்னுயிரே ഓ എന്നുയിരേ. ഈ സ്ട്രീറ്റിലിരുന്ന് പാടുന്നതിന് നമ്മൾ സ്ട്രീറ്റ് ബസ്കിംഗ് എന്നാണല്ലോ പറയണത്. ഇപ്പൊ കേരളത്തിലിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് ആ സ്ട്രീറ്റ് ബസ്കിംഗ് വഴിയായിട്ട്. പക്ഷേ റാക്കുവിൻ്റെ നോക്കിയ സമയത്ത് റാക്കു സ്ട്രീറ്റ് ബസ്കിങ്ങും ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസസും ഉണ്ട്. രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യേണ്ടി വരും? അയ്യോ, എന്നെ വല്ലാത്തൊരു ഡൈലമ. അച്ഛനെയാണോ അമ്മേനാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കണ പോലെ. കാരണം ഈ മനുഷ്യന്മാരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, ലൈക്ക് നമ്മളൊരു പാട്ട് പാടിയാൽ അവരുടെ മുഖത്തൊരു ചിരി വരാറുണ്ട്. എൻ്റെ ഒരു കിക്ക് അതിനകത്താണ്. ലൈക്ക് അവർ വന്ന് അവരുടെ സ്നേഹം വാക്കുകളിൽ അവർ കെട്ടിപ്പിടിക്കും, അവർ കുറേ നല്ല വാക്കുകൾ പറയും. ഞാൻ സ്ലോലി റിയലൈസ് ചെയ്തത് ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ആം ക്രേവിങ് ഫോർ എന്നുള്ളതാണ്. പക്ഷെ അത് സ്റ്റേജിൽ ഒരു വേറെ രീതിയിൽ കിട്ടും. സ്റ്റേജിലിപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും എൻ്റെ കൂടെയുള്ള ബാൻഡ് മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അതൊരു തനി എനർജിയാണ്. ഞാൻ റാക്കു ലൈവ് എന്ന പേരിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് എ ബഞ്ച് ഓഫ് ഗുഡ് മ്യൂസീഷ്യൻസ് വിത്ത് മീ. അവരും കൂടെ ചേരുമ്പോൾ അതൊരു പ്രത്യേക മാജിക്. പക്ഷെ സ്ട്രീറ്റിൽ ഞാൻ തനിയാ പോവാല്. ഞാൻ ഈ ഒരു ഗിറ്റാർ എടുത്ത് ഐ ജസ്റ്റ് ഗോ ടു റാൻഡം പ്ലേസസ് ആൻഡ് സിംഗ് ഫോർ പീപ്പിൾ. ഇങ്ങനെ റാൻഡം പ്ലേസസിൽ പോയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും ആർക്കും അറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് പാടുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെയും റിയാക്ഷൻസ് എങ്ങനെയാണ്? ലൈക്ക് പാട്ടാവുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ബട്ട് ദർ വിൽ ബി എന്താണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് പാടണേ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നോക്കിയിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ടോ? പോണ്ടി ബസാറിൽ ഞാൻ ഈ ഗിറ്റാർ എടുത്ത് ചെല്ലുമ്പോൾ അവിടെ ലാൽക്കോ എന്ന് പറഞ്ഞൊരു ഒരു ഗാർമെന്റ് സ്റ്റോറുണ്ട്. അപ്പം ഞാൻ ഈ ഗിറ്റാറായിട്ട് വരുന്നത് കണ്ട് മൂപ്പര് എന്താ സിംഗറാണോ, എൻ്റെ കടയുടെ മുന്നിൽ ഇരുന്ന് പാടിക്കോ, പോലീസ് വന്ന് ഞാൻ സംസാരിച്ചോളാം, ഒരു പ്രശ്നമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, യുൽ അച്ചീവ് ബിഗ് ഇൻ ലൈഫ്. കാരണം എൻ്റെ ബാഗിൻ ലൈക്ക് ഞാൻ ഗിറ്റാറായിട്ട് അങ്ങ് ഇറങ്ങുകയായിരുന്നു. പുള്ളി എനിക്ക് ഹി വാസ് കൈൻഡ് എനഫ് ടു ഗിവ് മി എ സ്റ്റൂൾ. എനിക്കൊരു ചെറിയ സ്റ്റൂൾ തന്നു, ഒരു കുപ്പി വെള്ളവും തന്നു. ധൈര്യമായിട്ട് അവിടെ നിന്ന് പാടിക്കോ. എന്റെ മോനെ ലൈഫിൽ ആൾക്കാർ അങ്ങനെ. രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാ. സോ കണക്ഷൻ അച്ഛന്റെ പേരും രാജേഷ്, അദ്ദേഹത്തിന്റെ പേരും രാജേഷ്. കാരണം ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഈ ഗ്യാതറിങ്ങിന്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴും ഈ പാട്ട് പാടുന്ന ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവനാണ് ഞാൻ. അപ്പം
അവർ എനിക്കൊരു സ്നേഹവും റെസ്പോൺസൊക്കെ തന്നിട്ടുണ്ട്. അത് വളരെ ക്ലോസ് ആയിട്ട് നിന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ബട്ട് അത് പോരാ എന്നുള്ളൊരു തോട്ടായി. കാരണം അതിൽ തന്നെ ഒതുങ്ങി നിന്നിട്ടും കാര്യമില്ലല്ലോ. സോ then I decided സമയമായി ഒന്ന് പുറത്ത് പോയി ഇറങ്ങി ഇതേ പരിപാടി ചെയ്താൽ എന്തായിരിക്കും നോക്കാം എന്ന് പറഞ്ഞ് നോക്കി ഇറങ്ങിയതാ. ബട്ട് പീപ്പിൾ വെയർ വെരി കൈൻഡ്. എൻ്റെ അടുത്ത് പ്രായമായ അമ്മമാര്, കൊച്ചു കുട്ടികള് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയിരിക്കുകയാണ് കുമരവേൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ചെന്നൈ സ്പീക്സിലെ ഈ വ്യക്തിയെ കാണാൻ ഇടയായതും. പുള്ളി വന്ന് നമുക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് പാടി തരാമെന്ന് ചോദിച്ചു. അങ്ങനെ അത് പാടി. ഞാനിപ്പം ഈ റോഡിലിരുന്ന് പാടുമ്പോൾ പോലും തന്നെ എൻ്റെ ഓൺ കോമ്പോസിഷൻസ് കേട്ട് നിൽക്കുന്ന ഒരു ഗുഡ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, ഓക്കെ നമ്മുടെ പാട്ടിൽ എന്തൊക്കെയോ ഒരു ചെറിയ സാധനം ഉണ്ട് ആൾക്കാരെ പിടിച്ചു നിർത്തുന്നെങ്കിൽ. ഈ സ്ട്രീറ്റ് ബസ്കിംഗ് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? വർഷങ്ങളൊന്നും ആയില്ല. കാരണം ഞാനിപ്പം പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് പാട്ട് പഠിക്കാനായിട്ട് പോയി. ഐ വാസ് നോട്ട് സക്സസ്ഫുൾ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. I made lot of good friends, musicians. Shankar Tribe എന്ന് പറഞ്ഞ ബാൻഡ്, 6091 എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് മലയാളത്തിൽ, വെരി പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്. പുള്ളിയുടെ കൂടെ ഞാൻ ഒരു പാട്ട് കൊളാബറേറ്റ് ചെയ്തു. കനാവിലെ എന്നാണ് സോങ്ങിൻ്റെ പേര്. അതൊക്കെ ഞാൻ റിലീസ് ചെയ്തു. ബട്ട് സ്റ്റിൽ കാര്യങ്ങളൊന്നും അങ്ങനെ നീങ്ങുന്നില്ലായിരുന്നു. ഐ പാക്ഡ് മൈ ബാഗ്സ്, വെൻറ്റ് ബാക്ക് ഹോം. ക്ലൂലെസ് ആയിരുന്നു, ഒരു പിടിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അഗൈൻ മൈ ബ്യൂട്ടിഫുൾ പാരൻസ് വർ ദെയർ. അവർ കുഴപ്പമില്ല, നീ ഈ ഒരു ടൈമിൽ നീ വേറെ എന്തെങ്കിലും ചെയ്തു നോക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു 3 വർഷം ജേർണലിസം ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കഴിഞ്ഞ് എല്ലാ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വൈശാഖ് എന്നെ വിളിക്കുന്നുണ്ട്. സോ ഹി വാസ് ലൈക്ക്, ചെന്നൈക്ക് വാ, എൻ്റെ ഒരു ഷോ ഉണ്ട്, വന്നു, കുറേ നാളായില്ലേ ചെന്നൈക്ക് വന്നിട്ട്. സോ ആഫ്റ്റർ 3 years ഞാൻ വീണ്ടും ചെന്നൈക്ക് പോവാം. ചെന്നൈ പോയി അവൻ്റെ ഷോ അറ്റൻഡ് ചെയ്യുന്നു, അവൻ്റെ ക്രൗഡ് കാണുന്നു, സന്തോഷമാകുന്നു. കാരണം ഞാനും അവനും ഒരേ സമയത്ത് കഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അവന് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റും അവൻ്റെ ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടി നമ്മളതിനകത്ത് ഹാപ്പിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഹി വാസ് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൈക്ക് വഴി, ഐ ഹാവ് എ ഫ്രണ്ട് ഹു ഈസ് ഹിയർ ടു സിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഓൺ കോമ്പോസിഷൻ പാടി. എൻ്റെ ഈ പാട്ടല്ല, വേറൊരു പാട്ടുണ്ട്. എനിക്ക് അന്ന് കിട്ടിയ റെസ്പോൺസ് അത് കുറേ നാൾ ഞാൻ മിസ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു. ലൈക്ക് ഞാൻ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായി. ഞാനൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആ വെന്യൂവിലൊരു 60% ടിക്കറ്റ് അവർ സെയിലായിപ്പോയി. അങ്ങനെ പാട്ട് ഞാൻ ആ പെർഫോം ചെയ്ത പാട്ട് ഫ്യൂ കൈൻഡ് പീപ്പിൾ, തിങ്ക് മ്യൂസിക് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ലേബലിൽ മകേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം പാട്ട് കേൾക്കാൻ ഇടയുണ്ടായി. അദ്ദേഹത്തിന് പാട്ട് ഇഷ്ടമായി. ആൻഡ് ഐ വാസ് ബ്ലെസ്ഡ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു സൈൻ വിത്ത് ദം. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഇപ്പോഴും ആ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്. അതായത് 2000-3000 പീപ്പിൾ. അഗെയിൻ ഇപ്പം ഞാനൊരു പാട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അവരെല്ലാവരും എഫേർട്ട് ഇട്ടൊരു വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്യുമ്പം ജസ്റ്റ് അനദർ വീഡിയോ ആവരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ നവംബറിൽ അത് റിലീസ് ആവേണ്ടതായിരുന്നു. അപ്പം ഞാനായിട്ട് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊരു 2 മാസം സമയം എന്താ, എന്നാൽ പറ്റുന്ന ലിസണേഴ്സിനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചൊപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് ഞാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്തു. അവർ സമ്മതിച്ചു, അവർ ഓക്കെ പറഞ്ഞു, പോയിട്ട് വരാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പോണ്ടി ബസാർ. പോണ്ടി ബസാർ അന്ന് ഇറങ്ങി അന്ന് തന്നെ ഈ പറഞ്ഞ കുമരവേൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിയും വരെ എനിക്കൊരു 3000-4000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ വീഡിയോ ഇട്ടതിന് ശേഷം അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഹൈക്കാണ്. കാരണം എൻ്റെ അമ്മ അച്ഛനൊക്കെ വീട്ടിൽ ഓരോ സൈഡിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ കയറുന്ന അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. ഇത്രയും വർഷത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു റിലീഫ്, ആ സൈ ഓഫ് റിലീഫ് എന്ന് പറയത്തില്ലേ. അമ്മേനെ അച്ഛനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയണേ, ലൈക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് റാക്കൂന്റെ സക്സസ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് ഇപ്പോൾ പാടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ട് പാടുമായിരിക്കും? ഞാൻ കമ്പോസ് ചെയ്തൊരു വേറൊരു പാട്ടുണ്ട്. അത്
ഭാവിയിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പാടി കൊടുക്കാം എന്ന് വിചാരിച്ച് കമ്പോസ് ചെയ്തിട്ട് പാട്ടാണ്. എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, നൈഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ഇറ്റ്സ് കോൾഡ് തിങ്കളെ താരമേ. അപ്പോൾ തിങ്കളും താരമായിട്ട് ഞാൻ എൻ്റെ ഫാദറിനെയും മദറിനെയും പ്ലേസ് ചെയ്ത് ഞാൻ പാടാം. പാരാകെ പതിയും എൻ ജീവനിൽ പറയാതെ ഇതിലെന്തേ വന്നു നീ, ഉയരാമെന്നുള്ളെല്ലാം പറയാമിനി, മിഴികൾ നിൻ മൂടാം എൻ കയ്യാൽ ഇനി, താരാട്ടിടാം കേട്ടിടു നീ, നിലവേകു നീ തിളങ്ങിടു നീ, താരാട്ടിടാ കേട്ടിടു നീ, എൻ തിങ്കളേ എൻ താരമേ, തിങ്കളേ താരമേ താനേ വരാമോ നീ താഴേ, തിങ്കളേ താരമേ താനേ വരാമോ നീ താഴേ. ഓ ഓ Thank you. Yeah. Thank you. Yeah. I had a moment. Okay. Okay. Thank you so much. അയ്യോ, അപ്പോൾ ഗിറ്റാർ എടുത്ത് അങ്ങ് ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗിറ്റാറിൻ്റെ ബാക്കിലൊരു ബോർഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഐ ക്യാൻ സിങ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എഴുതിയിട്ടിട്ട് ആൾക്കാർ വന്നിട്ട് ചേട്ടാ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ എന്നിങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. ഭാഗ്യത്തിനാരും ചോദിച്ചില്ല. ഇതുവരെ ചോദിച്ചില്ലേ? അയ്യപ്പോ അങ്ങനെ എന്തൊക്കെയോ പരിപാടി പോയായിരുന്നു, ബട്ട് ആരും ചോദിച്ചില്ല. പക്ഷെ ഐ മേഡ് ഷുവർ ഈ ബോർഡെങ്കിലും കണ്ടുപിടുത്തും പാടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ. അതെന്താരും ചോദിക്കാന് അതറിയില്ല. പക്ഷെ ഞാൻ നിന്നെങ്കിലും ഇത് പാടുമായിരുന്നു, ജസ്റ്റ് റാൻഡംലി സിംഗിങ് ഔട്ട് ലൗഡ്. മൈക്കോ സ്പീക്കറോ ഒന്നും ഇല്ലായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ക്യാൻ യു സിംഗ് ഫോർ മീ, ലൈക്ക് എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. ഇതുവരെ ആരും ചോദിച്ചില്ല എന്നുള്ള ആ ചീത്തപ്പേര് നമ്മൾ മാറ്റാൻ കേട്ടോ. ഒരു ഹിന്ദി പാട്ടായ പ്രശ്നം ഇല്ലല്ലോ, എനിക്ക് ഐ ലവ് ഹിന്ദി ഓൾസോ. महफिल में तेरी हम ना रहे जो गम तो नहीं है, गम तो नहीं है, किससे हमारे नजदीकियों के कम तो नहीं है, कम तो नहीं है, कितनी दफा सुबह को मेरी तेरे आंगन में बैठे मैंने शाम किया, चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया ओ पिया, चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया ओ पिया. हो पिया पिया. താങ്ക് യു റാക്കു. താങ്ക് യു. ഇനിയിപ്പോൾ ആ ചീത്ത പേരില്ലാട്ടോ, ആര് ചോദിച്ചാലും പറയണം ക്ലബ് ഓഫ് ഫെമിലിറ്റി നിങ്ങൾ പഠിപ്പിച്ചിട്ട്. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ബസ്കിങ്ങിന് പോയിട്ടായാലും സ്റ്റേജ് പെർഫോമൻസസ് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ആയിട്ട് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ചിലർ വന്നിട്ട് ബ്രോ ഐ വോണ്ട് യു ടു വിൻ, നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് കുറേ സ്നേഹമുള്ള മനുഷ്യർ മെസ്സേജ് അയച്ചു. എനിക്ക് ഓവർവെൽമെൻ്റ് ആയിരുന്നു, എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്നൊന്നും. ഞാൻ ജസ്റ്റ് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടിരുന്ന എല്ലാവർക്കും. ചെന്നൈ സ്പീക്സ് മാത്രമല്ല, ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഡൂഡ്സ് ഉണ്ട്, ഗെയിമർ ഗ്യാങ് ആണ്.
അവർക്ക് ഈ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പിനകത്ത് അവരുടെ ലൈവ് സ്ട്രീമിംഗ് സെഷനിലൊക്കെ ഈ അവരുടെ ഫോളോവേഴ്സ് വീഡിയോസ് അയച്ചുകൊണ്ട് കൊടുക്കുക റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വീഡിയോസ്. അപ്പം അതിനകത്തൊരിക്കൽ ഈ പാട്ട് ചെന്നു. ഓ എന്നിട്ട് ആ പുള്ളി കണ്ടിട്ട് ഇത് കൊള്ളാം, മലയാളിയാണല്ലോ അവൻ എന്ന് പറയണത്. അത് അതായത് ചെന്നൈ സ്പീക്സിൽ ഒരു പൊസിഷനിൽ എത്തിച്ചു. അറ്റ് ദ സെയിം ടൈം ഈ സാധനം വന്നതും അത് എനിക്കൊരു ഡബിൾ ബൂസ്റ്റ് ആയിരുന്നു. അതിനും അഗൈൻ ഈഗിൾ ഗെയിമിങ്ങിനും ഒരു നന്ദി ഞാൻ പറയുകയാണ്. ഇതുപോലെ എത്ര ഓൺ കോമ്പോസിഷൻസ് സെറ്റ് ചെയ്ത് നമ്മുടെ കൈപ്പടയിൽ വെച്ചിട്ടുണ്ട്? കൈപ്പടയിൽ ഒരു 5-6 പാട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ആയിട്ടൊരു 3 പാട്ടാണ് ഉള്ളത്. അതെല്ലാം ഇനി റിലീസാകാൻ പോവുകയാണ്. അറ്റ് ദ മൊമെന്റ് സ്പോട്ടിഫൈയിൽ ഈ പറഞ്ഞ 6091 എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്ത് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ഗോ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും എന്നുള്ളൊരു സംഭവം. ഞാൻ ലൈക്ക് ഇനി അതർ കിഡ് ആൾക്കാർ ചാൻസ് തരും എനിക്ക് വേണ്ടി, ഞാൻ പാട്ട് പടക്കി കൊണ്ട് നടക്കും, ഞാൻ രക്ഷപ്പെടും എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ദർ കെയിം എ പോയിന്റ്, ഓക്കെ ഡോട്ട് ഇത് പറ്റത്തില്ല, ഇത് മാത്രം പോരാന്നുള്ളൊരു പോയിന്റ്. പിന്നെ അന്നുണ്ടായ ഒരു മാനസികാവസ്ഥ എന്നെ കോമ്പോസ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്തു. അങ്ങനെ ഒരു വിരഹഗാനം ഉണ്ടാക്കി. ഈ കേരളത്തില് ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസിന്റെ അവസ്ഥ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റാക്കു എന്താ പറയുക? കമന്റ് ഓൺ ദാറ്റ്. ബിക്കോസ് റാക്കു ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽഡ്, സ്ട്രീറ്റ് ബസ്കിങ് ചെയ്യണതും ചെന്നൈയിലാണ് കൂടുതലും. കേരളത്തിൽ ആസ് എൻ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ നിങ്ങൾ വളരുന്ന സമയത്തും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ ഒരു ടൈം പീരീഡിനെയും എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ, ഇവിടുത്തെ ഒബ്വിയസ്ലി ഇവിടുത്തെ സ്ട്രോങ് സീൻ തന്നെയാണ്. ബട്ട് ഒരു നല്ല ശതമാനം ആർട്ടിസ്റ്റുകൾ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവം അല്ലല്ലോ പാട്ട്, അല്ലേ? അപ്പം ഇൻഡിപെൻഡൻറ്റ് സീൻ എല്ലാ ജനങ്ങളും കേൾക്കണം, ഇൻഡിപെൻഡൻറ്റ് പാട്ടുകൾ. കാരണം ഇപ്പോൾ ഫോറിനിലാണെങ്കിൽ തന്നെ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളാണ് സിനിമയിൽ, അത് പല സിനിമയിൽ റിപ്പീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ സജഷനും അത് തന്നെയാണ്. ഇങ്ങനത്തുള്ള ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. ഒത്തിരി ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമുക്കൊരു 2-3 ആൾക്കാരെ പറഞ്ഞോളൂ, ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ, മ്യൂസിഷ്യൻസ് റാക്കു ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ റാക്കുവിന് താല്പര്യമുള്ളൊരു. മലയാളത്തിലും മലയാളി മങ്കീസ് അവർ നല്ലൊരു ബഞ്ച് ഓഫ് പീപ്പിളാണ്. അവരുടെ ഒരു യൂണീക്കായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പാട്ടുകളാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസിനെ പറഞ്ഞു, പക്ഷെ നമ്മൾ കൂടുതലും കേട്ട് വളർന്നിട്ടുള്ളത് സമൂഹം കേരളത്തിൽ ഇന്ത്യയിലേക്ക് ആയതുകൊണ്ട് സിനിമയിലത്തെ പാട്ടുകളാണ്. അപ്പം ഞാൻ റാക്കുവിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മലയാളത്തിലത്തെ ഒരു പ്രിയപ്പെട്ട മ്യൂസീഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ആരെ പറയും? ഒരാളിൽ ഒതുക്കുന്നത് ശരിയല്ലല്ലോ, ബട്ട് സ്റ്റിൽ സൗണ്ടിങ് വൈസും ഒക്കെ സ്വാധീനിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് റെക്സ് ഏട്ടൻ. റെക്സ് വിജയൻ കൊല്ലംകാരനാണ്. കുറച്ചുകൂടെ സ്നേഹം മാത്രമല്ല, അവിയൽ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേവ്, ഒറ്റ ആൽബം ആശാനെ. ആ ഒറ്റ ആൽബത്തിൽ അവർക്ക് ഇനി ഡെക്കേഡ്സ് കൊണ്ടുപോകാനുള്ള സാധനം അവരൊറ്റ ആൽബത്തിൽ ചെയ്ത്, അത് വേൾഡ് ക്ലാസ് പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്നെ പോലെയുള്ളവരും എന്നെക്കാട്ടി മൂത്തവരായിട്ടുള്ളവരും എല്ലാവരും ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്, അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ആ മനുഷ്യനോട് നന്ദിയും ആദരവും. തമിഴില് നമുക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് കൂടുതലാണ് ആ ലാംഗ്വേജിനോടും മറ്റൊക്കെ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ് മ്യൂസിഷ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെ ചൂസ് ചെയ്യും? അവിടെ ഒന്നില് ഒതുങ്ങില്ല എന്ന് എനിക്കറിയാം. അതെ, ഞാൻ എ.ആർ. റഹ്മാൻ സാറിനെയും രാജാ സാറിനെയും ഇങ്ങനെ തന്നെ വെക്കും ഒരേ സ്ഥലത്ത്. ആരാ മുകളിൽ ആരാ താഴെ പറ്റില്ല, ചെയ്യത്തുമില്ല. അവരുടെ താഴെ അനിരുദ്ധ് സർ, വെരി എന്താണ്, അനിരുദ്ധ് സാറാണ് ഇപ്പോഴത്തെ ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യൻ. അതാണല്ലോ, അദ്ദേഹത്തിന്റെയും കുറെ നല്ല നല്ല മെലഡി പാട്ടുകളും ഉള്ളിൽ ലോക്കായിട്ടുണ്ട്. അദ്ദേഹം മെലഡി സംഭവങ്ങളോടാണ് നമുക്ക് ഇടിച്ചുപൊളി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ഡിച്ചിക് സോങ്സ്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. എന്നാഹുമോ എന്ന് പറഞ്ഞ പാട്ട് എല്ലാരും വന്നിട്ട് നീ എന്തോ ഒരു ശോക പാട്ട് മാത്രം നിനക്ക് കുറച്ച് ജോളി പാട്ട് ഉണ്ടായിക്കൂടെ എന്നൊരു. അപ്പം ഞാൻ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തു വരാനാണ് ഞാൻ ആ പാട്ടുണ്ടാക്കി. എന്നെ കൊണ്ട് പറ്റുമോ നോക്കിയതാ, അങ്ങനെ ഫിംഗേഴ്സ് ക്രോസ് ചെയ്തു പറ്റിയെന്ന് തോന്നുന്നു. റഹ്മാൻ സാറിന് വേറൊരു പാട്ട് പാടാം. മെമ്മറിയിൽ കുമരിയെ തനി സിരിപ്പെടുത്തേൻ, ഷട്ട് ഡൗൺ ചെയ്യാമൽ ഇരവിനിൽ തുടിത്തേൻ,
சென்சாரெல்லாம் தேய தேய நானும் உன்னை படித்தேன், உன்னாலே தானே என் விதிகளை மறந்தேன். எச்சில் இல்லா எந்தன் முத்தம் சற்றே என்று கொள்வாயா, ரத்தம் இல்லா காதல் என்று ஒட்டி போக சொல்வாயா, உறவியின் மொழிகளில் எந்திரன் நான் அடி, உலவியின் மொழிகளில் எந்திரன் நான் அடி, சாவல் இல்லா சாபம் வாங்கி வான்மேலே வாழ்ந்தேனே, தேய்மானமே இல்ல காதல் கொண்டு வாழ்ந்தேனே, இரும்பிலே ஒரு இருதயம் உழக்குதோ, புதல் முறை காதல் அணுக்குதோ, இரும்பிலே ஒரு இருதயம் உழக்குதோ, പുതൽ മുറൈ കാതൽ അണക്കുതോ. ഇത് ആക്ച്വലി ചിട്ടി ചിട്ടി റോബോ വരുന്ന സമയത്ത് ഇങ്ങനെയല്ല അതിന്റെ പാട്ട്, ചിട്ടി ചിട്ടി റോബോ. നിങ്ങൾ അതിന് എത്ര റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ഇത് ഒരുപാട് അതായത് നല്ല റോക്സ് അടിപൊളി ബീറ്റുള്ള പാട്ടുകളിലും നല്ല ടച്ചിങ് മെലഡി കുറച്ചുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ മാറ്റാം. അത് ഞാൻ പറ്റുന്നത്രയും ഞാൻ ഊരിയെടുത്ത് സാധനം മസാലയൊക്കെ പുരട്ടി അടിപൊളി സീൻ. ഞാൻ ഇനിയൊരു സിറ്റുവേഷൻസ് തരാം, ലൈക്ക് ആ മൊമെന്റിൽ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ വേണം എനിക്ക് പാടിത്തരാനായിട്ട്. ഓക്കെ, റെഡിയാണോ? റെഡി. ഓക്കെ, ഫസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ അത്രയധികം കഷ്ടപ്പെട്ട് കുറേ കഷ്ടപ്പാടിന് ശേഷം ആ മനുഷ്യൻ ഒരു കാര്യം അച്ചീവ് ചെയ്യാണ്, ജോബ് ഓർ ഡ്രീം വാട്ട് എവർ ഇറ്റ് ഈസ്, ഹിസ് അച്ചീവിങ് ദാറ്റ്. ആ ടൈമിൽ അവൻ്റെ ലൈഫിൽ പോണ ദാറ്റ് മൊമെന്റ് പാട്ട്. ഞാൻ എനിക്കുള്ള ഹസന്തേനെ ഊഞ്ചൽ പോലെ യാർ എന്നെ അസൈത്തെ രസിത്താളോ, சலிக்காமல் பேரலை மேலே விளையாடும் காகம் போலே யார் என்னை துணிவாய் படர்த்தாய். சீரும் புலியை பார்த்தேன் சிரிக்கின்ற சிசுவை போல, கோபங்கள் மறந்தே சிரித்தேனே, பதறாமல் பூவிடும் குலத்தின் மேலே உறவாடும் அலையல் போல நான் வாழ்ந்து அதுவே கொடுப்பேனே, கதறாமல் பாகாய் பாகாயாகிறே, வாகாய் வாகாயாகிறே, தூதாய் தூதாய் போகிறே, பாகாய் பாகாயாகிறே. അടുത്തത് റെഡിയാണോ? അടുത്തതിന് അതായത് റാക്കുന് നല്ലൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞു. അങ്ങനൊരു ഫ്രണ്ട് ഗ്യാങ്ങിനെ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം മീറ്റ് ചെയ്യാണ്. അവരുടെ ഇടയിൽ നമ്മൾ പാടുന്ന ദാറ്റ് മൊമെന്റ് പാട്ട്. റെഡി എന്നൊക്കെ to my beautiful bunch of friends. Okay. They make sure that I am okay. റാൻഡമായിട്ട് ഫോൺ കോൾസ് വരും, ലൈക്ക് ഡൂഡ് നീ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ, ഫുഡ് വല്ലതും കഴിച്ചോ, പൈസ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ബഞ്ച് ഓഫ് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. കാരണം അവസ്ഥ അറിയാം, ഞാൻ ഇതേന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പം അങ്ങനെ വിശപ്പ് മാറ്റിയിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി. ഓർമ്മകൾ കരൾ തലോടും പോലെ മൂടും പോലെ കാറ്റിലാടും നാളും പോലെ, നാം ഒന്നായി കാണും ലോകം, നാം ഒന്നായി തീർക്കും കാലം, ഈ നോക്കിൽ വാക്കിൽ ആളും തീരാ ദാഹം, നാം മിണ്ടാതുള്ളം കണ്ടേ, നാം തമ്മിൽ കാവൽ നിന്നേ, നാളൊന്നായി പായുമ്പോഴും കൂട്ടായി ചാരേ, ഈ ചങ്കിൻ പാട്ടോ പാടാം, ഈ വാനം മീളെ പാറാൻ, ഈ മണ്ണിൽ തീയായി മാറും തൂകും കിനാ താരകൾ, നമുക്കൊരേ മുഖം, ഒരേ നെഞ്ചം, ഒരേ മോഹം, നമുക്കൊരേ നിറം, ഒരാവേശം, ഒരാഘോഷം എന്നും തനന തന തനാനാനേ തനാനാനേ തനന താരാരേ
താരാരേ. സീൻ പോലെ. ഇനി ലാസ്റ്റ് ദാറ്റ് മൊമെന്റ് പാട്ടാണ് നമുക്കുള്ളത്. ഇപ്പോൾ വിരഹമൊക്കെ നല്ലപോലെ അനുഭവിച്ച് അതിൽ നിന്ന് കയറി വന്നു എന്നൊക്കെ അഭിനയിച്ചെന്നൊക്കെ കയറി വന്ന ആളാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ട്, നമ്മളൊന്നും ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു ലൈഫിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, ഐ എം നോട്ട് സെയിങ് ബ്രേക്കപ്പ് മാതിരി എന്നൊക്കെ, ബട്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയാലൊക്കെ ഇങ്ങനെ വിട്ടുപോവാണ് എന്നുള്ളൊരു സംഭവമൊക്കെ വരുമ്പോൾ നമുക്ക് ദാറ്റ് മൊമെന്റ് ഈ പാട്ട് എനിക്ക് അങ്ങനെ ഒരു വിരഹം, ഒരു നൈരാശ്യം അതിനകത്തോട്ട് മാത്രം സ്റ്റിക്ക് ചെയ്യാൻ താല്പര്യമില്ല. റിലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്തു. സോ ഈ പാട്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് തിങ്ക് മ്യൂസിക്കായിട്ട് സൈൻ ചെയ്യുന്ന പാട്ട്. பேசாதே காதலே போதையேற்றும் முந்தஞ்சாலமே நதி போகும் இந்தன் கரையோரம் நீ நின்றாயே தாளாதி தீ நில்லாதுன் கண்கள் ரெண்டும் என் மீது பாயும்போது தள்ளாடும் படகை போல நானுமானதேனடி. யாரோ யாரோ உன் போல் யாருமில்லை, என் கால்கள் உன் பின்னே மழலை மொழியாய் நீயும் நானும். யாரோ யாரோ உன் போல் யாருமில்லை, என் கால்கள் உன் பின்னே மழலை மொழியாய் நீயும் நானும். ചേടാ വിട്ടുപോയല്ലേ അത്. അതെ, തിരിച്ചു വരേണ്ടവരാണെങ്കിൽ വരുന്നൊക്കെ. നെക്സ്റ്റ് ഇനി കാണുന്ന ആ ഒരു ഡ്രീം സിനിമയാണോ? ആസ് എൻ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ എന്താണ്? ഒബ്വിയസ്ലി സിനിമ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവുമല്ലോ. സിനിമ എന്ന ആർട്ടിനുള്ള അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറ്റുന്ന അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇറക്കി എനിക്കൊരു കോൺഫിഡൻസ്. അതേ ഒരു കാരണം അത് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ. കാരണം പാട്ടെന്ന് പറഞ്ഞൊരു ഘടകം സിനിമയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായാൽ ഒബ്വിയസ്ലി സിനിമയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഐ എം ഡാം ഷുവർ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ചിലപ്പോൾ ഒരു 1 ഇയറിന് ശേഷം മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ നോ, ലൈക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ വന്ന് പറഞ്ഞ പോലെ യു ഷുഡ് വിൻ ബ്രോ. ആ സെറ്റപ്പാണ്. താങ്ക് യു സോ മച്ച് റാക്കു ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. വിളിച്ചതിന് നന്ദി. ക്ലബ് എഫ്എം എല്ലാവർക്കും നന്ദി. ஏனோ இன்று எந்தன் வாசல் காதல் ஒன்று என்னை காண காத்து நின்றதோ, மாலை சாய பூத்திருந்த பூக்கள் எல்லாம் உன்னை சேர ஏக்கம் கொண்டதோ, என்ன வேண்டும் என சொல்ல தோன்றவில்லை, என்னுள் ஏதோ மாயம் செய்தாய், உயிரை கொள்ளும் உன் கண்கள் கொண்டு நெய்தாய் கொய்தாய். ஹே மௌனம் பேசுதோ காத்து வீசுதோ, மீழா வலையில் மாட்டிக்கொண்டேன், தனிமை போதும் என காதல் தேடி வந்தேன், பெண்ணை தேடாமல் தேடி வந்து கேட்காமல் எல்லாம் தந்து சொல்லாமல் விட்டு சென்றால் என்னாகுமோ. என்னாகுமோ என்னாகுமோ